നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും മത്യാസിൻ്റെ തെരഞ്ഞെടുപ്പ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 26 വരെയാണ് വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത്. ശ്രദ്ധിച്ചാൽ, ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻപറഞ്ഞ തിരുവെഴുത്തിന് നിവൃത്തി വരുവാൻ ആവശ്യമായിരുന്നു. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്ക് ലഭിച്ചിരുന്നുവല്ലോ. അവൻ അനീതിയുടെ കൂലി കൊണ്ടൊരു നിലം മേടിച്ച് തലകീഴായി വീണ് നടുവെ പിളർന്ന് അവൻ്റെ കുടലെല്ലാം തുറിച്ചുപോയി. അത് യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാകൊണ്ട് ആ നിലത്തിന് അവരുടെ ഭാഷയിൽ അക്കൽ ദാമ എന്ന് പേർ ആയി. സങ്കീർത്തന പുസ്തകത്തിൽ അവൻ്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ എന്നും അവൻ്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തന് ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരണം. അങ്ങനെ അവർ യൂസ്തോസ് എന്ന മറുപേരുള്ള ബർശബ എന്ന യോസേഫ്, മത്യാസ് എന്ന 2 പേര് നിർത്തി, സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവെ, തൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞുപോയ ശുശ്രൂഷയുടെ അപ്പോസ്തലത്വത്തിൻ്റെ സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ 20 ഏവനെ നീ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു. അവരുടെ പേർക്ക് ചീട്ടിട്ടു. ചീട്ട് മത്യാസിന് വീഴുകയും അവന് 11 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു. ഇവിടെ പത്രോസ് ഒരല്പം ധൃതി കാണിച്ചോ എന്ന് സംശയിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് കൃത്യമായിട്ട് അത് വിധിക്കാനായി സാധിക്കുകയില്ല. എന്തായാലും കർത്താവ് പത്രോസിനോട് യൂദയ്ക്ക് പകരം ഒരാളെ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞില്ല. കാരണം യേശു യൂദയുടെ മരണശേഷം യേശു അവരോടുകൂടെ 40 നാൾ ജീവിച്ചിരുന്നല്ലോ. ആ സമയത്തൊന്നും കർത്താവ് പരസ്യമായിട്ട് പത്രോസിനോട് ഈ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നില്ല. രഹസ്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പത്രോസ് ഇവിടെ പറയും, യേശു എന്നോട് രഹസ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് പറയുമായിരുന്നു. പക്ഷേ ബൈബിളിൽ പഴയ നിയമത്തിൽ ഒരു വാക്യമുണ്ട്, 109-ാം സങ്കീർത്തനത്തിൽ, അവൻ്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തനെ ഏൽക്കട്ടെ, അതുപോലെ അവൻ്റെ വീട്ടിൽ ആരും പാർക്കാതിരിക്കട്ടെ. ഇങ്ങനെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ പത്രോസ് അങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കണമെന്നോ അത് 2 പേരെ നിർത്തിയിട്ട് അതിലൊരാളെ ചീട്ടിട്ടെടുക്കണമെന്നോ കർത്താവ് പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, പിന്നീട് വേദപുസ്തക ചരിത്രത്തിൽ ഇങ്ങനെ ചീട്ടിട്ട് ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യം ഇല്ലതാനും. യഹൂദന്മാരുടെ രീതിയായിരിക്കാം ഈ ചീട്ടിട്ട് എടുക്കുന്നത്. പക്ഷേ യേശു അങ്ങനെ പത്രോസിനോടോ പറഞ്ഞിട്ടുമില്ല. പിന്നീട് ഇങ്ങനെ ഒരു കാര്യം ചീട്ടിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യം നമ്മളോട്ട് കണ്ടിട്ടുമില്ല. എന്നാൽ കുറെ വർഷങ്ങൾക്ക് ശേഷം പൗലൂസ് ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് യേശുവിൻ്റെ ദർശനം പ്രാപിച്ച് അദ്ദേഹം പിന്നീട് അപ്പോസ്തലനായപ്പോൾ ഗലാത്യ ലേഖനത്തിൽ എഴുതിയിട്ടുള്ളത്, മനുഷ്യരിൽ നിന്നല്ല മനുഷ്യനാലുമല്ല യേശുക്രിസ്തുവിനാലും പിതാവായ ദൈവത്താലും അപ്പോസ്തലനായ പൗലൂസ് എന്നാണ്. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. മത്യാസിൻ്റെ തിരഞ്ഞെടുപ്പ് മനുഷ്യരാലാണ്, ദൈവത്താലല്ല. ചീട്ടിട്ടാൽ ആർക്കെങ്കിലും ചീട്ട് വീഴും. ഈ മത്യാസ് യേശുവിനെ കണ്ടിട്ടുണ്ടെന്നുള്ളതും യേശുവിൻ്റെ പല ശുശ്രൂഷകളും നോക്കി കണ്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ അപ്പോസ്തലന് 2 യോഗ്യതകൾ ഉണ്ട്. 1 കൊരിന്ത്യർ 9:1 ഞാൻ അപ്പോസ്തലൻ അല്ലയോ, യേശുവിനെ കണ്ടിട്ടില്ലയോ എന്ന് പൗലോസ് ചോദിക്കുന്നുണ്ട്.
പിന്നെ 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ അപ്പോസ്തോലന്റെ ലക്ഷണങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യാനുള്ള ആ കഴിവാണെന്നാണ്. ഇത് രണ്ടും കൂടെ ഒത്തുവരണം. എന്നാൽ ഇവിടെ മത്യാസിന് ഇതിൽ ഒന്നേ ഉള്ളൂ, യേശുവിനെ കണ്ടിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. മത്യാസ് പിന്നെ എന്തെങ്കിലും അത്ഭുതങ്ങളോ അടയാളങ്ങളോ വീരപ്രവൃത്തികളോ ചെയ്തതായിട്ടൊരു സൂചനയുമില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ പത്രോസ് ചീട്ടിട്ട് എടുത്ത ഇദ്ദേഹത്തെ ദൈവം അംഗീകരിച്ചു എന്നുള്ളതിന് നമുക്കൊരു ഉറപ്പ് കിട്ടുമായിരുന്നു. അപ്പം ചിലർ ചോദിക്കുന്നത് മറ്റു പല അപ്പോസ്തലന്മാരും ചെയ്തത് എഴുതിയിട്ടില്ലല്ലോ എന്നാണ്. അത് ശരിയാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ പത്രോസ് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും പിന്നീട് പൗലോസ് ചെയ്തതും എഴുതിയിട്ടുണ്ട്. അപ്പോൾ പത്രോസ് ഒരു പക്ഷപാത രോഗിക്ക് ഒറ്റവാക്കിന് സൗഖ്യം നൽകി, പൗലോസ് ഒരു മുടന്തന് ഒറ്റവാക്കിന് സൗഖ്യം നൽകി. പത്രോസ് മരിച്ച തബീതയെ ഉയർപ്പിച്ചു, പൗലോസ് മരിച്ച യൂത്തിക്കോസിനെ ഉയർപ്പിച്ചു. അപ്പോൾ പത്രോസിന് തുല്യം വീരപ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് ദൈവം നൽകിയിട്ടുള്ളത് പൗലോസിനാണെന്ന് അപ്പോസ്തല പ്രവൃത്തികളിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് 12-ാമത്തെ അല്ലെങ്കിൽ യൂദയ്ക്ക് പകരമുള്ള അപ്പോസ്തോലൻ പൗലൂസാണ്, മത്യാസായിരുന്നില്ല എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അവകാശപ്പെടുന്നത്. അതല്ല, മത്യാസാണെങ്കിലും നമുക്ക് വിരോധമില്ല, കാരണം അതിൽ അപകടമൊന്നുമില്ല. ചില ആളുകൾ പറയുന്നത് കുഞ്ഞാടിന് 12 അപ്പോസ്തലന്മാർ ആണുള്ളത്, മത്യാസ് കുഞ്ഞാടിൻ്റെ അപ്പോസ്തലന്മാരിൽ യൂദയ്ക്ക് പകരമുള്ള ആളാണ്, എന്നാൽ പൗലൂസ് സഭയുടെ അപ്പോസ്തലനാണ് എന്നാണ്. എന്നാൽ പൗലൂസിൻ്റെ എഴുത്തുകളിൽ കർത്താവിൻ്റെ അപ്പോസ്തലൻ അല്ലെങ്കിൽ ദൈവത്താൽ വിളിക്കപ്പെട്ടവൻ എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളത് കൊണ്ട് ഈ 2 ചിന്താഗതിയും ഉണ്ട് എന്ന് തന്നെ ആയാലും കുഞ്ഞാടിന് 12 അപ്പോസ്തലന്മാരാണുള്ളത്. യേശു പറഞ്ഞു, നിങ്ങൾ 12 പേർ സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കും. വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് പുതിയ യെരുശലേമിൻ്റെ അടിസ്ഥാനമായിട്ട് 12 അപ്പോസ്തലന്മാർ, 12 കല്ലുകൾ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും നമ്മുടെ കർത്താവ് തൻ്റെ പദ്ധതികൾ തീർച്ചയായിട്ടും ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തീർച്ചയായിട്ടും സ്വർഗത്തിലും ഭൂമിയിലുമുണ്ട്. കാരണം യേശു അന്ത്യനിയോഗ സമയത്ത് പറഞ്ഞ്, ഞാനോ ലോകാവസാനത്തോ എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ടെന്നാണ്. അതുകൊണ്ട് 12 അപ്പോസ്തലന്മാരെ മുമ്പ് കർത്താവാണല്ലോ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് അടുത്തയാളെയും തിരഞ്ഞെടുക്കാൻ നമുക്ക് കർത്താവിനെ അനുവദിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ദമസ്കൂസിൻ്റെ പടിവാതിൽക്കൽ യേശു പൗലൂസിന് മാത്രം പ്രത്യക്ഷനായത്. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ ഒരു മന്ത്രി യേശുവിനെ കൈക്കൊണ്ട് സ്നാനപ്പെടുന്നു, പക്ഷേ യേശുവിൻ്റെ ദർശനം അദ്ദേഹത്തിനുണ്ടായി. അപ്പോസ്തലപ്രവൃത്തി 10-ൽ കൊർന്നല്യോസ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു, സ്നാനപ്പെടുന്നു, അദ്ദേഹത്തിനും കർത്താവിൻ്റെ ദർശനം ഉണ്ടായില്ല. എന്നാൽ ഇതിൻ്റെ മധ്യത്തിലുള്ള 9-ാം അധ്യായത്തിലെ ശൗലിന് കർത്താവിൻ്റെ ദർശനം ഉണ്ടായത് താൻ അപ്പോസ്തലനായി വിളിക്കപ്പെട്ടത് കൊണ്ടാണ് എന്നാണ് വേദപണ്ഡിതാക്കൾ പറയുന്നത്. തീർച്ചയായിട്ടും കർത്താവ് താൻ സ്ഥാപിച്ച സഭയെ താൻ പരിപാലിക്കും. അതിനാരൊക്കെയാണ് ലീഡേഴ്സ് എന്നുള്ളത് കർത്താവ് തീർച്ചയായിട്ടും നിയമിക്കും. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.